സങ്കടങ്ങൾ തിരമാലകൾ പോലെയാണ്. അവ അലയടിച്ചുകൊണ്ടേയിരിക്കും. കടലിനെ ജീവിതത്തോട് ഉപമിക്കാവുന്നതാണ്. കടലിലെ ആഴം എത്രത്തോളമുണ്ടെന്ന് എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ കഴിയില്ല. അതുപോലെയാണ് മനുഷ്യജീവിതവും. അതിലെ സങ്കടവും എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ല. കാക്കയ്ക്ക് കുയിലിൻ്റെ ശബ്ദത്തെ അടിച്ചമർത്താൻ കഴിയും. പക്ഷേ സ്വന്തം ശബ്ദം മധുരമാക്കാൻ കഴിയില്ല. അതുപോലെ ഒരു അപവാദക്കാരന് മാന്യനെ അപകീർത്തിപ്പെടുത്താൻ കഴിയും. പക്ഷെ അയാൾക്ക് സ്വയം ഒരു മാന്യനാകാൻ കഴിയില്ല. ജീവിതത്തിലെ പകുതി ദുഃഖങ്ങൾ തെറ്റായ ആളുകളെ വിശ്വസിക്കുന്നതിലൂടെയും പകുതി ദുഃഖങ്ങൾ നല്ല ആളുകളെ സംശയിക്കുന്നതിലൂടെയും ഉണ്ടാകുന്നു. മനസ്സിൽ കളങ്കമില്ലാത്തവരും സത്യസന്ധരുമാണ് നേരിട്ട് സത്യങ്ങൾ തുറന്നു പറയുന്നത്. എന്നാൽ സത്യങ്ങൾ ഇഷ്ടപ്പെടാത്തവർക്ക് അങ്ങനെയുള്ളവർ എന്നും കണ്ണിലെ കരടായിരിക്കും. സഹായിക്കുക എന്നത് സമ്പത്ത് കൊണ്ട് മാത്രമല്ല, പെരുമാറ്റം കൊണ്ടോ വാക്കുകൾ കൊണ്ടോ ഉപദ്രവിക്കാതിരിക്കുന്നതും വലിയ സഹായമാണ്. കുന്നോളം സ്നേഹം ഉള്ളിലുണ്ട് എന്ന് പ്രസംഗിക്കുന്നവരേക്കാൾ നല്ലത് കടുകോളം സ്നേഹം പ്രവൃത്തിയിൽ കാണിക്കുന്നവരെ വിശ്വസിക്കുന്നതാണ്. നിങ്ങളുടെ സമ്മതമില്ലാതെ ആർക്കും നിങ്ങളെ വില കുറച്ച് കാണാൻ കഴിയില്ല. എല്ലായിടത്തും ആത്മസംയമനം പാലിക്കുക. ബഹുമാനം നിങ്ങളെ തേടിയെത്തും. മറ്റുള്ളവർ നിങ്ങളെ ഏത് രീതിയിൽ പരിഗണിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറുക. നിങ്ങളുടെ കണ്ണുനീർ കാണാനും വേദനകൾ മനസ്സിലാക്കാനും സങ്കടങ്ങൾ കേൾക്കാനും സമയമില്ലാത്തവർ പോലും നിങ്ങളുടെ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടേയിരിക്കും. സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ ആത്മസംതൃപ്തിയുള്ള വിജയം കൈവരിക്കാൻ കഴിയൂ. മറ്റൊരാളുടെ നിർബന്ധത്തിന് വഴങ്ങി നേടിയെടുക്കുന്ന വിജയം അർദ്ധമനസ്സുള്ള വിജയമായിരിക്കും. നിങ്ങൾ ഒരിക്കലും എന്തെങ്കിലും വലിയ സംഭവത്തിനായി കാത്തിരിക്കരുത്. നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണോ അത് ഉപയോഗിച്ച് നിങ്ങൾ എവിടെ നിൽക്കുന്നുവോ അവിടെ നിന്ന് ആരംഭിക്കുക. നിങ്ങൾ ആർക്കെങ്കിലും അവർ ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ കരുതലും സ്നേഹവും കൊടുത്താൽ നിങ്ങൾ വിചാരിക്കുന്നതിൽ കൂടുതൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും. അപരിചിതരോട് കാണിക്കുന്ന ആദരവും സ്നേഹവും ആത്മബന്ധം ഉള്ളവരോടുകൂടി കാണിക്കുകയാണെങ്കിൽ പല ബന്ധങ്ങളും കൂടുതൽ ഊഷ്മളമാകും. ഓരോ പ്രവൃത്തിയുടെയും വിജയത്തിന് ശേഷം ഉണ്ടാവുന്ന നേട്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ താല്പര്യം വർദ്ധിക്കുന്നു. എത്രത്തോളം നമ്മളിൽ താല്പര്യമുണ്ടോ അത്രത്തോളം മികച്ച വിജയവും നേടാനാകും. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മനോവിചാരങ്ങൾ ഒരിക്കലും മറ്റുള്ളവർ പറഞ്ഞ് നമ്മൾ അറിയാൻ ഇടവരരുത്. അങ്ങനെ വന്നാൽ മനസ്സിലാക്കണം അവർക്ക് നമ്മൾ ഒഴിഞ്ഞുകൊടുക്കാൻ സമയമായി എന്ന്. ജീവിതത്തിൽ ഭയപ്പെടാൻ വിനിയോഗിക്കുന്ന സമയവും ഊർജവും പ്രവൃത്തികൾക്ക് നൽകിയാൽ ഉറപ്പായും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. നിങ്ങൾ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടും അഭിമുഖീകരിച്ചുകൊണ്ടും മുന്നോട്ടു പോവുകയാണെങ്കിൽ ജീവിതം വളരെ എളുപ്പമാണ്. മറിച്ച് നിങ്ങൾ അത്യാഗ്രഹത്തിലും സ്വപ്നലോകങ്ങളിലും മാത്രം ജീവിക്കുകയാണെങ്കിൽ ജീവിതം വളരെ കഠിനമേറിയതായിരിക്കും. ഒന്നോർക്കുക, നമ്മൾ എത്ര ചേർത്ത് പിടിച്ചാലും പോകാനുള്ളത് പോവുക തന്നെ ചെയ്യും. ഒരുപാട് അകലെയാണെങ്കിലും നമ്മിലേക്ക് വരാനുള്ളത് വന്നു ചേരുക തന്നെ ചെയ്യും. അടുത്തുള്ളവയെ അവഗണിച്ചുകൊണ്ട് അകലങ്ങളിലുള്ള സുഖവും സന്തോഷവും തേടി പോകുന്നത് തികച്ചും വിഡ്ഢിത്തമാണ്. അവനവനിൽ നിന്നും ഒന്നും പഠിക്കാത്തവൻ അന്യരിൽ നിന്നും ഒന്നും നേടാൻ കഴിയില്ല. തെറ്റുകൾ ആർക്കും സംഭവിക്കാം. അതുകൊണ്ട് തന്നെ തെറ്റ് വരുത്തുന്നതിലല്ല, ചെയ്ത തെറ്റിൻ്റെ ധാർഷ്ട്യവും സ്വാധീനവും ഉപയോഗിച്ച് ന്യായീകരിക്കുന്നതാണ് വലിയ തെറ്റ്. തോറ്റുപോകുന്നത് നാണക്കേടാണ് എന്ന ചിന്തയാണ് പലരെയും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നതിൽ നിന്നും തന്നെ പിന്തിരിപ്പിക്കുന്നത്. കാലങ്ങൾ കടന്നു പോകുമ്പോൾ എല്ലാവരിലും മാറ്റങ്ങൾ സംഭവിക്കും. ഇന്ന് നമ്മളെ ചേർത്ത് നിർത്തിയവർ നാളെ നമ്മളെ മാറ്റി നിർത്തിയേക്കാം. അവരുടെ മനസ്സിലെ മുൻഗണന മാറുമ്പോൾ നമ്മുടെ സ്ഥാനത്തിലും മാറ്റം വരാം. സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കുക എന്നതും അത് തിരുത്തുക എന്നതും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടെത്തുക എന്നതും അവ പറഞ്ഞു നടക്കുക എന്നതും വളരെ എളുപ്പമുള്ള കാര്യവുമാണ്. കഷ്ടപ്പെടുന്ന ചില മനുഷ്യർക്ക് ചിരി ഉണ്ടാവില്ല.
ചിരിയുള്ള ചില മനുഷ്യർക്ക് കഷ്ടപ്പാടുണ്ടാവില്ല. കഷ്ടത്തിലും ചിരിക്കുന്ന മനുഷ്യർക്ക് തോൽവിയുണ്ടാവില്ല.